ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്നാദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ചും അവർക്ക് നന്മ ചെയ്തു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചും വളരെ ഗൗരവതരമായ രൂപത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഖുർആൻ ആ കാര്യങ്ങൾ ഊന്നിപ്പറയുന്നത്. വഅബ്ദുല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കണം, അവനെ ഇബാദത്ത് ചെയ്യണം. വലാ തുശ്രികൂ ബിഹി ശൈഅ, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. അത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിന് നൽകേണ്ട ആരാധനകളിലും ഇബാദത്തുകളിലും മറ്റുള്ളവരെ പങ്കു ചേർക്കുകയും അള്ളാഹുവിന് നൽകുന്ന പ്രാധാന്യവും മഹത്വവും ബഹുമാനവും അവർക്ക് നൽകുകയും ചെയ്യുന്നത് ഏറ്റവും വലിയ പാതകമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, ഇങ്ങനെയുള്ള ബഹുദൈവാരാധനയും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്യുന്നത് കടുത്ത ധിക്കാരമാണ്, കടുത്ത അക്രമമാണെന്ന് ഖുർആൻ പറയുന്നു. ഇങ്ങനെ അള്ളാഹുവുമായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം ഖുർആൻ പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ നൽകുകയും ചെയ്യണം. ഇതേ ആശയം തന്നെ സൂറ ഇസ്രായിൽ അള്ളാഹു ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ രക്ഷിതാവ് ഒരു തീരുമാനമായി പറഞ്ഞിരിക്കുന്നു, വിധി കൽപ്പിച്ചിരിക്കുന്നു. അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അവനെ അല്ലാതെ നിങ്ങൾ ആരും ആരാധിക്കരുതെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം ഊന്നി പറയുകയാണ് ഖുർആൻ പല സ്ഥലങ്ങളിലും. എന്നിട്ട് അല്ലാഹു നേർക്ക് നേരെ പറയുന്നത്, രണ്ടാമതായി സൂചിപ്പിക്കുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം. ഇഹ്സാൻ എന്നുള്ള പദം എങ്ങനെയൊക്കെ ഭംഗിയായി ആ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും, അതേ രൂപത്തിൽ ആ നന്മയുടെ വശങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നിട്ട് പറയുന്നത് ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഒന്നുകിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് ആർക്കെങ്കിലും വാർദ്ധക്യമായി നിങ്ങളുടെ വീട്ടിൽ അവർ താമസിക്കുന്നുണ്ട്, നിങ്ങളുടെ മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടുപേരോ അവർക്ക് വാർദ്ധക്യ സഹജമായിട്ടുള്ള അവശതകൾ അവർ അനുഭവിക്കുന്നുണ്ട്, അങ്ങനെയുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അങ്ങനെയുള്ള ഒരു സമയത്തും ഒരു സന്ദർഭത്തിലും ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, അവരോട് നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന ഛേ എന്നുള്ള പദപ്രയോഗം പോലും നടത്താൻ പാടില്ല. വലാ തൻഹർഹുമാ, അവരോട് കയർത്ത് സംസാരിക്കുകയും ചെയ്യരുത്. അവരുടെ സംസാരത്തിനപ്പുറം ഉള്ള ഒരു സംസാരം വളരെ പ്രധാനപ്പെട്ട കുറ്റമായി ഇസ്ലാം കാണുകയാണ്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, നിങ്ങൾ അവരോട് അങ്ങേയറ്റം സുതാര്യമായിട്ടുള്ള, മൃദുവായിട്ടുള്ള, ഹൃദ്യമായിട്ടുള്ള സമീപനമാണ്, വളരെ മാന്യമായിട്ടുള്ള രീതിയും വാക്കുമാണ് നിങ്ങൾ അവരോട് അനുവർത്തിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വിശ്വാസികളായിട്ടുള്ള നമ്മളെല്ലാം പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഇസ്ലാം ഊന്നി പറയുന്നത്. സാന്ദർഭികമായിട്ടുള്ള സന്ദർഭങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം. വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ സംഭവ പരമ്പരകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ഈ ഏറ്റവും മഹത്തായ ആശയം വീണ്ടും വീണ്ടും ഉത്ബോധിപ്പിക്കുകയും ഉപദേശമായി പറയുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും ആരോഗ്യ പ്രശ്നങ്ങളാണ് മാതാപിതാക്കൾക്ക് പ്രായം ചെന്ന സമയത്തുണ്ടാകാറുള്ളൊരു പ്രശ്നം. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ വീർപ്പുമുട്ടിച്ചുകൊണ്ടിരിക്കും. വിട്ടുമാറാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ പ്രായം ചെന്ന മാതാപിതാക്കളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ചില ആളുകളൊക്കെ പക്ഷാഘാതം, ഒരു ഭാഗം ഒന്നായി തളർന്നു പോയ ആളുകളുണ്ടാകും. അതേ രൂപത്തിൽ പ്രമേഹവും, അങ്ങനെ വിട്ടുമാറാത്ത രോഗങ്ങൾ, വേദനകൾ കടിച്ചിറക്കി നിരന്തരമായി മരുന്നുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായി നമുക്ക് നമ്മുടെ വീടുകളിൽ അവശത അനുഭവിക്കുന്ന പ്രായം ചെന്ന മാതാപിതാക്കളെയും വയോജനങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം ഏകാന്തതയാണ്. ഇത് നമ്മൾ പറയുമ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഓരോരുത്തരും ആലോചിക്കേണ്ടത്. മാതാപിതാക്കൾ ഏകാന്തത അനുഭവിക്കുന്ന, ഒറ്റപ്പെടൽ അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്.
ആ ഒറ്റപ്പെടൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ആ വീടുകളിൽ ഉണ്ടാകേണ്ടത്. അവർ ഒറ്റപ്പെടുന്നു എന്നുള്ള രൂപത്തിൽ ഏകാന്തമായി വർഷങ്ങളോളം പണിപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി പ്രയാസങ്ങൾ സഹിച്ച് 10, 70, 60 വർഷങ്ങളൊക്കെ കടന്നുപോയത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അങ്ങനെ പ്രത്യേകിച്ചും അവർക്ക് അവശതയുടെ ഏകാന്തതയിലേക്ക് അങ്ങേയറ്റം ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അപ്പോൾ അവർക്ക് വിഷാദ രോഗം, ഉത്കണ്ഠ, ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ്. മൂന്നാമത്തെ പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വമില്ലായ്മയാണ്. അവർക്ക് പ്രായം ചെന്നെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ചെറിയ ഒരു കാശ് പോലും അവർക്ക് സ്വന്തമായി എന്ന് പറയാവുന്ന രൂപത്തിൽ ഇല്ലാതിരിക്കുകയും ആ രംഗത്ത് അവരുടെ മാനസികമായിട്ടുള്ള തളർച്ചയും പ്രയാസവും അവർ അനുഭവിക്കുകയും ചെയ്യും. അത് കണ്ടറിഞ്ഞ് അവരുടെ മാതാപിതാക്കൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പരിഗണനയും സാമ്പത്തിക രംഗത്ത് പ്രായം ചെന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് നൽകുവാൻ സാധിക്കണം. പതിവായി വൈദ്യസഹായം ആവശ്യമുള്ളവരാണ്, ഡോക്ടറെ കാണിക്കേണ്ടവരാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ മക്കൾ സ്ഥലത്തില്ലാതെ പോകുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരെ എങ്ങനെയൊക്കെ പരിചരിക്കുവാനും ശുശ്രൂഷിക്കുവാനും സ്നേഹത്തിൻ്റെ പരിലാളനകൾ അവർക്ക് നൽകുവാനും നമുക്ക് സാധിക്കുമോ, ആ രൂപത്തിലെല്ലാം നിർവഹിക്കേണ്ടത് മക്കളുടെയും അവരുമായി ഉത്തരവാദിത്ത ബോധമുള്ളവരുടെയും കടമയാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കായ സമയത്ത് ഒരു വിവേചനം നമ്മുടെ വീടുകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അവരെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്ന സമീപനങ്ങൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കി നമ്മളുമായി ചേർത്ത് പിടിക്കാവുന്ന സന്ദർഭങ്ങളെ വളർത്തിയെടുക്കുവാൻ, ആ രൂപത്തിൽ അവർക്ക് ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കുളിർത്തന്നലായി നമ്മുടെ വീടുകളെ സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുവാനുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക്, മക്കൾ എന്നുള്ള നിലയ്ക്ക്, സഹോദരന്മാർ എന്നുള്ള നിലയ്ക്ക്, ഭാര്യ എന്നുള്ള നിലയ്ക്ക് നമുക്കെല്ലാവർക്കും നിർവഹിക്കാനുള്ളത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. യാത്രാ പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയകാലത്ത് അവർക്ക് ഇഷ്ടം പോലെ യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നു, അവർ വിചാരിക്കുന്ന രൂപത്തിൽ പോകുവാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് പോലും യാത്ര പോകുവാൻ അവശത മുഖേന, പ്രയാധിക്യം മുഖേന അവർക്ക് സാധിക്കാതെ വരുന്നത് നമ്മൾ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള യാത്രാ സംബന്ധമായിട്ടുള്ള അവർ ഇഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള എല്ലാ ഒത്താശകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ വീടുകളിലുള്ള മക്കളുടെയും ഭാര്യയുടെയും അവരുടെ വീടുകളിൽ താമസിക്കുന്ന ആളുകളുടെയും ബാധ്യതയാണെന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. ഈ രൂപത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പഴയകാലത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളെല്ലാം ചോർന്നു പോവുകയും ഇല്ലാതായി പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തെപ്പറ്റി നമ്മൾ അറിയണം. പഴയകാലം എങ്ങനെയായിരുന്നു? അവർക്ക് നേരെ ഭക്ഷണം കഴിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. നമ്മൾ ഇന്ന് കഴിക്കുന്ന രൂപത്തിലുള്ള വിഭവസമൃദ്ധമായ ഭക്ഷണം അവർക്ക് അപ്രാപ്യമായിരുന്നു, അവർക്കതിന് സാധിക്കുമായിരുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളും വേവലാതികളും മാത്രമായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നത്. നമ്മൾ ധരിക്കുന്ന രൂപത്തിലുള്ള നല്ല വസ്ത്രം ധരിക്കുവാൻ അവർക്കന്ന് സാധിക്കുമായിരുന്നില്ല. നമ്മൾ അന്തിയുറങ്ങുന്ന AC റൂമുകളിൽ താമസിക്കുവാൻ അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നു, അതിനവർക്ക് സാധ്യമായിരുന്നില്ല. നാണയത്തുട്ടുകൾ മെല്ലെ പെറുക്കിയെടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും നമുക്ക് വേണ്ട രൂപത്തിൽ നൽകിയവരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള സത്യം വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് വേണ്ട വിധത്തിൽ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രവാചകന്റെ മുമ്പിൽ വന്ന് ആളുകൾ ഞങ്ങൾക്ക് ജിഹാദിന് അവസരം നൽകണമെന്ന് ചോദിച്ചിരുന്നു. ധർമ്മസമരത്തിന് പോകാൻ അനുവാദം ചോദിച്ച പ്രവാചകന്റെ അനുയായികളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ ചോദ്യമുണ്ട്, താങ്കളുടെ വീട്ടിൽ പ്രായം ചെന്ന മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് പ്രവാചകൻ ചോദിച്ചത്. ഉണ്ടെന്ന് മറുപടി പറയുന്നു. പ്രവാചകന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഫർജ് ഇലാ വാലിദൈക ഫഅഹ്സിൻ സുഹ്ബതഹുമാ. താങ്കൾ യുദ്ധത്തിന് പോകേണ്ടതില്ല, രണാങ്കണത്തിലേക്ക് പോയി ബുദ്ധിമുട്ടാകേണ്ട ആവശ്യമില്ല. താങ്കൾ മെല്ലെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുക. അവിടെ വൃദ്ധരായ മാതാപിതാക്കളുണ്ടല്ലോ, അദ്ദേഹത്തെ പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ട് ജിഹാദിന്റെ പോരാട്ട വേദികളിൽ താങ്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലം അത് സ്വായത്തമാക്കുവാനുള്ള സന്നദ്ധതയാണ് ഇപ്പോൾ താങ്കൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് പറയുന്ന പ്രവാചകന്റെ മഹത്തായ ഒരു ദർശനമുണ്ട്. പ്രവാചകന്റെ മഹത്തായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളെല്ലാം മതിമറന്ന്, ആ കാഴ്ചപ്പാടുകളെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി
വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്ക് മാറിപ്പോകാൻ പാടില്ല എന്നുള്ള അനിഷേധ്യമായ സത്യമാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരിലൂടെയും സഹാബികളിലൂടെയും അവരുടെ ഉത്തമമായ മാതൃകകളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നത്. താങ്കൾക്ക് നിന്ദതയുണ്ടാകട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നു. 3 പ്രാവശ്യമാണ് പ്രാർത്ഥിച്ചത്. മഹാന്മാരായിട്ടുള്ള സഹാബികൾ ചോദിക്കുന്നു, എന്താണ് പ്രവാചകരെ, മൻ യാ റസൂലല്ലാഹ്, ആർക്കാണ് നിന്ദതയുണ്ടാകേണ്ടത്, ആർക്കാണ് നാശമുണ്ടാകേണ്ടത് എന്ന് സഹാബികൾ ചോദിക്കുന്നു. പ്രവാചകന്റെ മറുപടിയുണ്ട്, മൻ അദ്റക വാലിദൈഹി ഇൻദൽ കിബരി ഇഹ്ദാഹുമാ ഔ കിലാഹിമാ. താങ്കൾക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു, അവർക്ക് പ്രായം ചെന്നവരാണ്, ഒന്നുകിൽ മാതാവുണ്ട് പിതാവുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ സുമ്മലം യദ്ഖുലുൽ ജന്ന, പ്രായം ചെന്ന മാതാവോ പിതാവോ അല്ലെങ്കിൽ 2 പേരോ ജീവിച്ചിരുന്നിട്ട് സ്വർഗം കരസ്ഥമാക്കുവാൻ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർ നാശമടയട്ടെ, അവർക്ക് അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എന്ന് പറയുന്ന പ്രവാചകന്റെ ഉത്തമമായ മാതൃക ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും മാനുഷികമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും കൈയൊഴിച്ചുകൊണ്ട് തകർക്കപ്പെടുന്ന ശിഥിലമാക്കപ്പെടുന്ന ബന്ധങ്ങളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വരാൻ പോകുന്നത് എന്നുള്ള പച്ചയായ സത്യം വിശ്വാസികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുവാൻ മഹാനായ പ്രവാചക തിരുമേനിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയും നമ്മളെ പഠിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയുമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ സാധാരണ നമ്മുടെ കുട്ടികളെല്ലാം യാത്ര പോകുന്നു. അങ്ങനെ യാത്ര പോകുന്ന വേളകളിൽ, പുറത്തു പോകുന്ന വേളകളിൽ ഉമ്മയെ പരിഗണിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല, മാതാവിനോട് ചോദിക്കുക പോലും ചെയ്യുന്നില്ല. അങ്ങനെയുള്ള യാത്രകൾ നമ്മുടെ കുടുംബത്തിൽ വർദ്ധിച്ചു വരികയാണ്. മാതാപിതാക്കളോട് ചോദിക്കാതെ, മാതാപിതാക്കളെ പരിഗണിക്കാത്ത യാത്രകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്, സമകാലിക സമൂഹത്തിലാണ് മാതാപിതാക്കളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാതാപിതാക്കൾക്ക് സൗഭാഗ്യമുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയുന്നത്, അവർക്ക് എല്ലാവിധ നന്മകളുടെയും എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നത്. അവരറിയണം, അവർക്ക് വേണ്ടി, ഈ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അവരുടെ എല്ലാ യാത്രകളും മാറ്റിവെച്ചവരായിരുന്നു നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള സത്യം നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തുവാൻ, നമ്മുടെ ചെറുപ്പക്കാരെ പഠിപ്പിക്കുവാൻ നമുക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള രൂപത്തിലൂടെയാണ് ഇസ്ലാമിക സമൂഹം കടന്നു പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അതേ രൂപത്തിൽ പുറത്ത് ഭക്ഷണത്തിന് പോകുമ്പോൾ നല്ലൊരു ഭക്ഷണം തട്ടാൻ വേണ്ടി പുറത്തു പോകുന്ന ആളുകളുണ്ടാകാം, നമുക്കതിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ അവിടെ മാതാപിതാക്കൾ ഒഴിവാക്കുകയാണെങ്കിൽ, അവരെ പരിഗണിക്കാതെയാണ് ഭാര്യയും മക്കളും ഭർത്താവും തൻ്റെ മക്കളെന്ന് പറയുന്ന ആളുകളും പുറത്തു പോകുന്നതെങ്കിൽ ആ പരിഗണനയാണ്, ആ സ്നേഹസംസൃണമായ പെരുമാറ്റമാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നതെന്ന് ആ മക്കൾ മനസ്സിലാക്കണം. എല്ലാ സൗകര്യങ്ങളുമുള്ള പുതിയ വീട്ടിലേക്ക്, എല്ലാ സൗകര്യങ്ങളുമുള്ള പുതിയ വീടുകളിലേക്ക് നമ്മുടെ മക്കൾ മാറിപ്പോകുമ്പോൾ മാതാപിതാക്കളെ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കുകയും ആ പഴയ ചെറ്റക്കുടിലുകളിൽ താമസമാക്കി അവർക്ക് എന്തെങ്കിലുമൊക്കെ നാണയത്തൊട്ടികൾ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന പൈശാചികതയുടെ രൂപത്തിൽ ഒരിക്കലും മുസ്ലിങ്ങളും വിശ്വാസികളും നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരും മാറിപ്പോകാൻ പാടില്ല എന്ന ഏറ്റവും ലളിതമായിട്ടുള്ള സത്യം വേണ്ട രൂപത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പേരമക്കൾ ഉണ്ടാകുമ്പോൾ ഭാര്യയോടൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. പക്ഷേ പ്രായം ചെന്ന മാതാപിതാക്കളോട് അഭിപ്രായങ്ങൾ ചോദിക്കുവാൻ സമയമില്ലാത്തവരാൽ ഒരിക്കലും മുസ്ലിങ്ങളും വിശ്വാസികളും മാറിപ്പോകാൻ പാടില്ല എന്ന സത്യമാണ് ഇസ്ലാം വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ എല്ലാം അവസാനിക്കുകയാണ്, എല്ലാം കഴിയുകയാണ്, മാതാപിതാക്കൾ മരണമടയുകയാണ്, അവരുടെ ശ്വാസോച്ഛ്വാസം നിലക്കുകയാണ്. ഒരിക്കലും ഇനി മാതാപിതാക്കൾ ഇവിടെ ജീവിച്ചിരിക്കുകയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ കാണുന്ന എല്ലാ പള്ളികളിലേക്കും 100 രൂപ മുടക്കി ഇവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കണമെന്ന് സ്വന്തം കാറിൽ പോയി എറിഞ്ഞു കൊടുക്കുന്ന അത് ബഹുമാനമല്ല എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള എല്ലാവരോടും മയ്യത്ത് നമസ്കരിക്കാൻ ആവശ്യപ്പെടുകയും ഇദ്ദേഹത്തിന് അതിനൊന്നും സമയമില്ലാതിരിക്കുകയും ചെയ്യുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറിപ്പോകാൻ പാടില്ല. അങ്ങനെ ബഹുമാനമെന്നത് ഇസ്ലാമിന് അന്യമാണെന്ന് മനസ്സിലാക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. അദ്ദേഹം രോഗാതുരമായി കിടന്ന കാലത്ത്, ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടി പ്രയാസപ്പെട്ട കാലത്ത് മരുന്നുകൾ എടുത്തു കൊടുക്കുവാനും ഒരിറ്റ് ദാഹജലം പോലും വേണ്ട വിധത്തിൽ സ്വന്തം മക്കളുടെ കൈകൾ കൊണ്ട് എടുത്തു കൊടുക്കുവാനും സമയമില്ലാത്തവർ അതേ രൂപത്തിൽ വ്യത്യസ്തമായ ബിസിനസ്സുകളിലും
കച്ചവട കേന്ദ്രങ്ങളിലും മാത്രം ജീവിതത്തെ തളച്ചിട്ട് മാതാപിതാക്കളെ ആ വീടുകളിൽ താമസിപ്പിച്ച് അവർക്കൊന്നിനും സമയമില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകുന്നവർ അവസാനം ഗൾഫിൽ നിന്നും വേറെ സംസ്ഥാനങ്ങളിൽ നിന്നും കച്ചവട കേന്ദ്രങ്ങളിൽ നിന്നും ഓടിയെത്തി ആ കഫൻ പുടവ മുഖത്ത് നിന്ന് മാറ്റി ചുംബിക്കുന്നത് അത് പുണ്യകരമായിട്ടുള്ള കാര്യമല്ലെന്നും അത് ബഹുമാനമല്ലെന്നും അത് ആദരവല്ലെന്നും പറയുവാൻ ഇസ്ലാമിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതാണ് ഇസ്ലാം. ജീവിച്ചിരിക്കുന്ന കാലത്ത് പരിചരിക്കാതിരിക്കുകയും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്നേഹമസൃണമായ പെരുമാറ്റങ്ങളില്ലാതെ പോവുകയും ചെയ്തുകൊണ്ട് മരണപ്പെടുമ്പോൾ ശ്വാസോച്ഛ്വാസം നിലക്കുമ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഭക്ഷണപ്പൊതികളിൽ അവിടെ ആളുകൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന സമീപനങ്ങൾ പൗരോഹിത്യത്തിൻ്റെ അത്തരം ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മോചനം നേടുവാനും നമ്മുടെ വിശ്വാസവും നമ്മുടെ ആദർശവും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള സ്നേഹമസൃണമായ സ്നേഹത്തിൻ്റെ ശുശ്രൂഷകളും നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകുവാനുള്ള സന്നദ്ധതയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതേ രൂപത്തിൽ ഇസ്ലാം നമ്മളോട് പറയുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളോട് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വ്യക്തമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുവാൻ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് സാധിക്കണമെന്നതാണ്. പലപ്പോഴും ബഹുമാനവും ആദരവും ഒരിക്കലും പിശുക്ക് കാട്ടാൻ പാടില്ല എന്നതാണ്. എങ്ങനെയൊക്കെ നമുക്ക് ബഹുമാനിക്കാൻ സാധിക്കുമോ ആ രൂപത്തിൽ ബഹുമാനവും ആദരവും നൽകുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അവരുടെ നല്ല ശ്രോതാക്കളായി മാറണമെന്നതാണ്. അവർ പറയുന്നത് കേൾക്കുവാൻ നമുക്ക് സമയം കണ്ടെത്തണം. ഒരു പ്രാവശ്യം കേട്ടതാണെങ്കിലും വീണ്ടും കേൾക്കുവാനുള്ള ഒരു തൗഫീക്ക് നമുക്കുണ്ടാകണമെന്നതാണ്. അവരുമായി കൂടിയാലോചനകളിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കണം. അവരുടെ പ്രയാസങ്ങളെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ ആ രൂപത്തിലെല്ലാം മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കണമെന്നതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും വഹ്ഫദ് ലഹുമാ ജനാഹദുല്ലി മിനർ റഹ്മ എന്ന് മഹാനായ പ്രവാചകൻ വിശുദ്ധ ഖുർആനിലൂടെ സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്നുണ്ട്. താഴ്മയുടെ ചിറകുകൾ, വിനയത്തിൻ്റെ ചിറകുകൾ മാതാപിതാക്കൾക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി വിശ്വാസികളായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുവാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ രൂപത്തിൽ മാതാപിതാക്കളെ വേണ്ട രൂപത്തിൽ പരിചരിച്ച് മുന്നോട്ട് പോകുന്ന വിശ്വാസിനികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തിയാൻ കൊടുക്കുമാറാണ്. ഒരു ഡ്രിങ്ക്സ് കൊടുക്കുകയാണ്. വഖദ് അമറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുബ്ദ അൽ കബീർ. ഒരു സദസ്സിലാണ്, ഒരു 10-20 ആൾക്കാരുള്ള സ്ഥലത്താണ്. അവിടെ ആദ്യം കൊടുക്കേണ്ടത് പ്രായം ചെന്ന ആളുകൾക്കാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട്, ഇങ്ങനെയുള്ള മര്യാദ, അച്ചടക്കം ഇസ്ലാമിലല്ലാതെ മറ്റൊരു മതത്തിലും നമുക്ക് കാണുക സാധ്യമല്ല. ഈ രൂപത്തിൽ എല്ലാ രംഗത്തും അവരോടുള്ള ആദരവും ബഹുമാനവും ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. അവരെ അഭിവാദ്യം ചെയ്യുവാനും അവരെ സന്ദർശിക്കുവാനും നമ്മൾ സമയം കണ്ടെത്തണം. എത്ര തിരക്ക് പിടിച്ച ആളുകളാണെങ്കിലും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലയർഫഉ ദറജ ലിൽ അബ്ദി സ്വാലിഹി. ഒരു നല്ല മനുഷ്യൻ സ്വർഗത്തിലായി, ആ സ്വർഗത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയരുമെന്നാണ്. അപ്പോൾ ചോദിക്കുന്നു, യാ റബ്ബി, അല്ലാഹുവേ, അന്നാലി, എൻ്റെ പദവികൾ എങ്ങനെയാണ് സ്വർഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്? ഫയഖൂലു ബിസ്തിഗ്ഫാരി വലദിക ലക. നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നിന്റെ പദവികൾ ഉയരുന്നതെന്ന് പ്രവാചക വചനങ്ങളിൽ കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ മര്യാദകളെയും ആശയങ്ങളെയും പരമാവധി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള ബോധം വിശ്വാസികളായിട്ടുള്ള ആളുകളിൽ ഉണ്ടാകണമെന്നതാണ്. ഇതേ രൂപത്തിൽ പ്രവാചകന്റെ ചരിത്രത്തിൽ മാതൃകയായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. മക്ക വിജയവേളയിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സന്തോഷ സന്ദർഭത്തിലാണ്. ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവായിട്ടുള്ള അബൂ ഖുഹാഫയെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ പ്രവാചകന്റെ ചോദ്യമുണ്ട്, ലൗ അഖ്റർത ശൈഖ ഫീ ബൈതിഹി ലഅതൈനാഹു. അബൂബക്കർ, നമുക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് പോയി കണ്ടുകൂടായിരുന്നുവോ? എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് താങ്കൾ ഇങ്ങോട്ട് താങ്കളുടെ പിതാവിനെ കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്ന ഒരു ആശയത്തിൻ്റെ സൗന്ദര്യം നമുക്ക് ഊഹിക്കാൻ സാധിക്കുമോ? പ്രവാചകനാണ് ഇത് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോയി അദ്ദേഹത്തെ സന്ദർശിക്കുമെന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെയും ഈമാനിൻ്റെയും കരുത്താണ് ഇസ്ലാമിനെ ഇസ്ലാമാക്കി മാറ്റുന്നത്, പ്രവാചകന്മാരാക്കി മാറ്റുന്നത്. ഇങ്ങനെയുള്ള മാതൃകാധന്യമായ ജീവിതമാണ് പ്രായം ചെന്നവരോടുള്ള സമീപനത്തിൽ ഇസ്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മദിയൻ ദേശത്ത് മഹാനായിട്ടുള്ള മൂസാ നബി പോയ ഒരു ചിത്രമുണ്ട്, ഒരു മനോഹരമായ ചിത്രമുണ്ട്. 2 പെൺകുട്ടികൾ അവരുടെ ആടുകൾക്ക് വെള്ളം അന്വേഷിച്ചു കൊണ്ട് വരുന്നുണ്ട്.
അവർക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ മൂസാ നബി ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ആണുങ്ങളൊക്കെ വളരെ തിരക്കാണ്. അപ്പോൾ ഉടൻ തന്നെ അവർ പറയുന്നുണ്ട്, അബൂന ശൈഖുൻ കബീർ, ഞങ്ങളുടെ വീട്ടിൽ ഒരു വൃദ്ധനായിട്ടുള്ള പിതാവ് മാത്രമാണുള്ളത്, അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഉടൻ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് ആ കയറ് വാങ്ങുകയും അതിന് വെള്ളം നൽകുകയും ചെയ്യുന്നു. ആ പെൺകുട്ടികൾ വീട്ടിൽ പോയി പറയുന്നുണ്ട്, അൽ ഖവിയുൽ അമീൻ, നല്ല വിശ്വസ്തനായിട്ടുള്ള ഒരാൾ, നല്ല ശക്തിയുള്ള ഒരാൾ ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു തന്നു. അങ്ങനെയാണ് മൂസാ നബിയുമായി അവർ ബന്ധപ്പെടുന്നത്. അദ്ദേഹം പ്രവാചകനായിരുന്നു. മൂസാ നബിക്ക് അവർ വിവാഹം ചെയ്തു കൊടുക്കുന്ന കഥകൾ നമുക്കറിയാം. ഇവിടെ കഥകളുടെ പഠനമല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ആ കഥയിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും എങ്ങനെയാണ് അടുത്ത നിമിഷം മുന്നോട്ട് പോകുന്നതെന്നറിയാതെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ പോലും വയോജനങ്ങൾക്ക് വേണ്ടിയും പ്രായം ചെന്നവർക്ക് വേണ്ടിയും സ്നേഹത്തിന്റെ പരിലാലനകൾ നൽകുവാൻ, സ്നേഹത്തിന്റെ ശുശ്രൂഷകൾ നൽകുവാൻ അദ്ദേഹത്തിന്റെ മനസ്സ് പാകപ്പെട്ടിരുന്നു എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഒരു യാത്ര പോയ സമയത്ത് ഒരു ഗുഹയിലകപ്പെട്ട 3 പേരുടെ ചിത്രമുണ്ട്. ഒരു പാറക്കല്ല് അവിടെ വന്ന് അഴിയുന്നു, അവർക്ക് പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഫഖാലു ലൻ യുൻജീനാ ഇല്ലാ അൻ നദുല്ലാഹ ബിസാലിഹി അഅ്മാലി, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ മുമ്പ് ചെയ്ത ഏതെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഫഖാല അഹദുഹും അല്ലാഹുമ്മ ഇന്നഹു കാന ലി അബവാനി ശൈഖാനി കബീറ, അല്ലാഹുവേ എനിക്ക് 2 പ്രായം ചെന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാരെയും മക്കളെയും ഒക്കെ പരിഗണിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയായിരുന്നു ഞാൻ പരിഗണിച്ചിരുന്നത്. പാലുമായി പോയിരുന്നു, അവരുറങ്ങിപ്പോയി. പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ മാതാപിതാക്കളെ കാത്തിരുന്ന് ആ പാല് നൽകുവാൻ എനിക്ക് സാധിച്ചില്ല. അവസാനം അവർ എഴുന്നേൽക്കുന്നത് വരെ കാത്തിരിക്കുവാനും എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെയും ഒക്കെ അവഗണിക്കുവാനുമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇതൊരു നല്ല പുണ്യകർമ്മമാണെങ്കിൽ അല്ലാഹുവേ ഈ ഒരു ബുദ്ധിമുട്ടിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പാറ മാറി നിൽക്കുന്നു. ഇങ്ങനെയുള്ള ശരിക്കും ഇവിടെ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന അടഞ്ഞ വാതിലുകൾ ഒരുപാടുണ്ട്. നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ലാത്ത രൂപത്തിലുള്ള പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകളാണ് നമ്മുടെ രാജ്യത്താകമാനം വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ ഭീകരത ഒരു ഭാഗത്ത് ആടിത്തിമർക്കുകയാണ്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ പോലും പാവപ്പെട്ട കുട്ടികളെയും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും തല്ലിച്ചതയ്ക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള താണ്ഡവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ ഈ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും? അങ്ങനെയുള്ള തുറക്കാത്ത വാതിലുകൾ തുറക്കാൻ നമുക്ക് സാധ്യമാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല പ്രവർത്തനങ്ങളിലൂടെയും പാവപ്പെട്ടവരെയും അനാഥകളെയും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനകൾ നൽകുകയും സഹായത്തിന്റെ കരങ്ങൾ നീട്ടുകയും നമ്മുടെ ജീവിതത്തിൽ നാം ബന്ധപ്പെടുന്ന മാതാപിതാക്കളുമായും കുടുംബങ്ങളുമായും അയൽവാസികളുമായും നമ്മുടെ സുഹൃത്തുക്കളുമായും ഊഷ്മളമായിട്ടുള്ള ബന്ധങ്ങളെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെയും ഇസ്ലാമിന്റെയും ആദർശവും വിശ്വാസവും മൂല്യങ്ങളും കാത്ത് സംരക്ഷിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നില്ലെങ്കിൽ, നമ്മളതിന് തയ്യാറാകുന്നില്ലെങ്കിൽ, അവഗണനയുടെയും തെറ്റായിട്ടുള്ള സമീപനങ്ങളുടെയും രീതിയിലൂടെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണമെങ്കിൽ മതം ആവശ്യമില്ലെന്നും പ്രവാചകന്മാർ ആവശ്യമില്ലെന്നും പറയുന്ന പുതിയ തലമുറ നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വരികയാണ്. ലിബറലിസം എന്ന് പറയുന്ന മതത്തിന്റെയും പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെയും ആവശ്യമില്ലെന്ന് പറയുന്ന പുതിയ ചെറുപ്പക്കാർ, പുതിയ പെൺകുട്ടികൾ കോളേജ് ക്യാമ്പസുകളിൽ ആടിത്തിമർക്കുന്ന അപകടകരമായ ദശാസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും ഇഷ്ടപ്പെടുകയും പ്രായം ചെന്നവരെയും മാതാപിതാക്കളെയും അവരെ പരിചരിക്കുകയും ചെയ്തുകൊണ്ട് സ്നേഹത്തിന്റെ ശുശ്രൂഷകൾ നൽകി മുന്നോട്ട് പോകുന്ന ഒരു നല്ല സമുദായമായി മാറുവാൻ, നല്ല വ്യക്തികളും കുടുംബങ്ങളായി മാറുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.